എനിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ദൈവം മനോഹരമായ ഒരു പ്രഭാതം നമുക്കൊരുക്കി. അതോടൊപ്പം ആ പ്രഭാതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വിരുന്നും കൂടി ദൈവം നമുക്കൊരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കണ്ണിന് ഇമ്പമുള്ളവ ദൈവം ഒരുക്കിയിരിക്കുന്നു. കാതിന് കേൾക്കുവാനായിട്ട് മനോഹരമായവ ദൈവം ഒരുക്കിയിരിക്കുന്നു. നമുക്ക് മനസ്സിന്, ഹൃദയത്തിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ദൈവം ഈ പ്രഭാതത്തിൽ നമുക്കൊരുക്കിയിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ തുറന്ന്, കാതുകൾ തുറന്ന്, മനസ്സ് തുറന്ന് ഇവയൊക്കെ നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും മ്ലാനതയുമൊക്കെ ഉണ്ടാകുന്നത് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ വിരുന്നിനെ ശരിയായ വിധത്തിൽ കാണാനും കേൾക്കാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. പലപ്പോഴും ദൈവത്തെ ഒരു ഭീകരനായിട്ട് നമ്മൾ കാണുന്നത് ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവം ഇന്ന് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ വിരുന്നിനെ ആസ്വദിച്ച് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ വിരുന്നിൻ്റെ രുചി യഥാർത്ഥത്തിൽ അനുഭവിക്കുവാനായിട്ടുള്ള കൃപ നമുക്കെല്ലാവർക്കും തരണമേ എന്ന് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായ വിധത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഈ വിരുന്നിലേക്ക്, പ്രഭാത വിരുന്നിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാത വിരുത്തിൽ പ്രത്യേകമായിട്ട് നമ്മളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ നമ്മുടെ സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആളുകൾ ഒത്തിരി ദുശീലങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോയതിൻ്റെ ഫലമായിട്ട് വേദനയും ദുഃഖവും സങ്കടവുമായിട്ട് കഴിയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. മദ്യത്തിന് അടിമപ്പെട്ടവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, മൊബൈലിന് അടിമപ്പെട്ടവർ, പോണോഗ്രഫിക്ക് അടിമപ്പെട്ടവർ, അങ്ങനെ ഇൻ്റർനെറ്റിന് അടിമപ്പെട്ടവർ, ഇങ്ങനെ വിവിധങ്ങളായ അടിമത്തം മൂലം വേദനയും ദുഃഖവും സഹിക്കുന്ന മാതാപിതാക്കൾ, ഈ അടിമത്തത്തിൽ നിന്ന് മാറണമെന്ന ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ പോകുന്ന ആളുകൾ, ഇവരെല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരെ ബാധിച്ചിരിക്കുന്ന അടിമത്തത്വങ്ങളിൽ നിന്നും അവർക്ക് മോചനവും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് അവരെല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ തന്നെ ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ടായിരിക്കും. അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർത്ത് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടും ഒരുങ്ങാം. കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് എന്താണ് വചനത്തിലൂടെ നൽകുന്നത് എന്ന് കേൾക്കാനായിട്ട് നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ആത്മീയ അഭിഷേകത്താൽ നമ്മളെല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം.
പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ നമുക്ക് സങ്കീർത്തനം 118 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തർ പറയട്ടെ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? അപ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, കാരണം അവിടുന്ന് നല്ലവനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഒത്തിരി മേഖലകളിൽ കർത്താവിന് നന്ദി പറയുവാനായിട്ടുണ്ട്. എന്തെല്ലാം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്കായിട്ട് നൽകിയിരിക്കുന്നത്. പലപ്പോഴും അവയെ മനസ്സിലാക്കാതെ, അവയെ ഗൗനിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. 1870 യുദ്ധം ഫ്രാങ്കോ പെർഷ്യൻ യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഈ ജർമ്മൻ പ്രഷ്യൻ സംഘം ഫ്രാൻസിൻ്റെ ഒത്തിരി പ്രദേശങ്ങൾ പിടിച്ചടക്കി. ഏകദേശം 12,000 ചതുരശ്ര കിലോമീറ്ററുകളോളം ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഈ ഫ്രാൻസിന് നഷ്ടമായി. ഈ യുദ്ധത്തെ ആസ്പദമാക്കി ഫ്രഞ്ച് കഥാകൃത്തായ അൽഫോൺസ് ഡെഡെ എഴുതിയ ഒരു ചെറുകഥയാണ് ദ ലാസ്റ്റ് ക്ലാസ്. ഈ ലാസ്റ്റ് ക്ലാസ്സിലെ പ്രധാന പയ്യൻ, അല്ലെങ്കിൽ ഈ ചെറുകഥയിലെ പ്രധാന കഥാപാത്രം ഫ്രാൻസ് എന്ന ഒരു പയ്യനാണ്. ഈ പയ്യൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു. അവന് സ്കൂളിൽ പോകാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. ഫ്രഞ്ച് പഠിക്കാൻ അവന് യാതൊരു ഇൻട്രസ്റ്റുമില്ല. പോകാതിരിക്കാനായുള്ള കാരണങ്ങളാണ് അവൻ അന്വേഷിക്കുന്നത്. കാരണം അവൻ്റെ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന അധ്യാപകൻ ഹാമലാണ്. ഈ ഹാമൽ വളരെ സ്ട്രിക്റ്റാണ്. ഫ്രഞ്ച് ഗ്രാമർ പഠിപ്പിക്കാൻ അദ്ദേഹം വളരെ താല്പര്യം കാണിക്കുന്നു. എന്നാൽ ഇവന് ഫ്രഞ്ച് ഗ്രാമർ പഠിക്കാൻ ഭയങ്കര പാടുമാണ്, വിഷമമാണ്. അതുകൊണ്ട് അവന് പോകാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. അവസാനം അവൻ്റെ അമ്മ അവനെ നിർബന്ധിച്ച് ക്ലാസ്സിലേക്ക് വിടുകയാണ്. ക്ലാസ്സിൽ ചെന്ന് കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. അവിടുത്തെ കാഴ്ച വളരെ മനോഹരമായിരുന്നു. ക്ലാസ് നിറയെ കുട്ടികളും മുതിർന്നവരുമൊക്കെ അന്ന് അവിടെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പഠിപ്പിക്കാനായിട്ട് വന്ന ഹാമൽ എന്ന അധ്യാപകൻ വളരെ മാന്യമായിട്ട് മനോഹരമായ ഡ്രസ്സൊക്കെ ധരിച്ചാണ് വന്നിരിക്കുന്നത്. കാരണം അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, അന്നുകൊണ്ട് ആ സ്കൂളിൽ ഫ്രഞ്ച് പഠനം അവസാനിപ്പിക്കുകയാണ്. ജർമ്മൻകാരുടെ കീഴിലായതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ജർമ്മൻ ഭാഷയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അവസാനത്തെ ഫ്രഞ്ച് ക്ലാസ്സാണ്. അതുകൊണ്ടാണ് ആ ഗ്രാമീണരും കുട്ടികളുമെല്ലാം ആ ക്ലാസ്സിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹാമൽ പറഞ്ഞു, ഫ്രഞ്ച് ഭാഷ മനോഹരമായൊരു ഭാഷയാണ്, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മനോഹരമായ ഭാഷയാണ്. പക്ഷേ ആ ഭാഷ ഇന്നുകൊണ്ട് പഠിപ്പീര് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അതുവരെ പഠിക്കാതിരുന്ന പ്രായമായവരും അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കുട്ടികളുമൊക്കെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്ന്. അവസാനം ഈ ക്ലാസ് ഇദ്ദേഹം അവസാനിപ്പിച്ചത് ഫ്രഞ്ച് രാജ്യം നീണാൾ വാഴട്ടെ എന്ന് ബോർഡിൽ എഴുതിക്കൊണ്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഫ്രാൻസ് എന്ന പയ്യന് ഭയങ്കര ദുഃഖം അവൻ്റെ ജീവിതത്തിലുണ്ടായി. ഫ്രഞ്ച് ഭാഷ പഠിക്കാത്തതിലുള്ള വേദനയും ദുഃഖവുമൊക്കെ അവന് അപ്പോഴാണ് ഉണ്ടായത്. അത് പഠിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നല്ലോ, മനോഹരമായിരുന്നല്ലോ എന്നുള്ള ചിന്തകളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി. ഇത് ഒരു യുദ്ധത്തെയോ രാഷ്ട്രത്തെയോ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയൊന്നുമല്ല. പ്രത്യേകത, നമുക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നമുക്കുണ്ടാകുമ്പോൾ
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയും വികാരവുമൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വിലയെക്കുറിച്ച് അല്ലെങ്കിൽ മൂല്യത്തെക്കുറിച്ചുള്ള നമുക്ക് അവബോധമുണ്ടാകുന്നത്. അതുവരെ ക്ലാസ്സിൽ പോകാനായിട്ട് മടിയുണ്ടായിരുന്ന ഈ ഫ്രാൻസ് എന്ന പയ്യന് പോകാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഇനി അത് പഠിക്കാൻ പറ്റിയില്ലല്ലോ, ഇനി അത് ഇല്ലല്ലോ എന്ന ചിന്ത അവനിലുണ്ടാവുകയും അവൻ ദുഃഖിതനായിട്ട് മാറുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും എന്തുമാത്രം നന്മകളൊക്കെ നമുക്കുണ്ട്. പക്ഷേ അവയുടെ മൂല്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടോ? നമുക്ക് ആരോഗ്യം നമുക്കുള്ളപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഓർക്കാനോ നന്ദി പറയാനോ ഒക്കെ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? മറിച്ച് രോഗങ്ങളും അതുപോലെ തന്നെ അവശതകളും കഷ്ടപ്പാടുകളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്ദി പറയുവാനായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കുണ്ടോ? അത് നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ അത് കട്ടയിൽ ചെയ്യപ്പെടുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ചുള്ള മൂല്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഒത്തിരി നന്മകൾ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. അവയെക്കുറിച്ചുള്ള ഒരു ബോധ്യം പലപ്പോഴും നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അവയെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലാസ്റ്റ് ക്ലാസ് എന്ന കഥയിലെ ആ പയ്യന് അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് ഓർമ്മ വന്നത് അത് നഷ്ടപ്പെട്ടപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് പലതും സംഭവിക്കുന്നത്. നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ടല്ലോ, കണ്ണുള്ളപ്പോൾ അതിൻ്റെ കാഴ്ച നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പലതും നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. എന്നാൽ അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വിലയും മൂല്യവുമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രിട്ടീഷ് തത്വചിന്തകനായ G.K. ചെസ്റ്റർട്ടൺ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം അതേക്കുറിച്ച് നിസ്സംഗതയോടെയാണോ അതോ നന്ദിയോടെയാണോ ജീവിതത്തെ കാണുന്നത് എന്നാണ്. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നന്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നവരാണ് എങ്കിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ സങ്കീർത്തനം ആദ്യം നമ്മൾ വായിച്ചത്, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു എന്നും. ജീവിതത്തിലെ നന്മകളെക്കുറിച്ച് നമുക്ക് നന്ദിയുണ്ടെങ്കിൽ അവയുടെ മൂല്യത്തെക്കുറിച്ചുമുള്ള അവബോധം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അവയെക്കുറിച്ച് ഓർക്കാനോ അവയെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുവാനോ നമുക്ക് സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രഭാതം ദൈവം നമുക്ക് നൽകിയൊരു അനുഗ്രഹമല്ലേ? നമുക്കല്ലേ ഇത് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഇത് കാണാൻ സാധിക്കാത്തവർ എന്തുമാത്രമുണ്ട്, ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കാതെ കഴിയുന്നവർ എത്ര പേരുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തിരി മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവം നമുക്കതിനുള്ള അനുഗ്രഹം നൽകുമ്പോൾ ഈ ദിവസവും നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള അവസരമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള അനുഗ്രഹം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ നന്മകളെ കാണാനായിട്ട് ഉള്ള കണ്ണുകൾ നമുക്ക് തരണമേ, അവയ്ക്ക് നന്ദി പറയുവാനായിട്ടുള്ള ഹൃദയം നമുക്ക് തരണമേ എന്ന് പ്രത്യേകമായിട്ടും ഈ പ്രഭാതത്തിൽ നമുക്ക് അപേക്ഷിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും
നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. കാവൽ മാലാഖമാർ നമ്മുടെ കൂടെ എപ്പോഴും കാവലായിട്ടിരിക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ പിടിയിൽ നിന്നും അവർ നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകമായിട്ടും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ലോകത്തിൻ്റെ അവസാനം വരെ ദൈവത്തിൻ്റെ വചനം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിനുള്ള സാഹചര്യവും കൃപയും ഒരുക്കുന്നതിന് വേണ്ടി ഈ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ടും അപേക്ഷിക്കുകയാണ്.
നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ആശീർവാദം ഈ പ്രഭാതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ശിരസ്സുകൾ നമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ ഗുഡ്നസ് ടിവിയുടെ പേരിൽ, എൻ്റെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ പ്രഭാത വിരുന്നിൽ പങ്കുചേർന്നു ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും ആശംസിക്കുകയാണ്. ഈ ദിവസം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.